ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ തംബ്നെയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അതായത് സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികളിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന, പഠിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് മനസ്സിലായോ? ഓക്കെ, വേണ്ട. CTR ഓക്കെ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. എനിക്ക് അല്ലെങ്കിൽ ഞാൻ പറയാം, എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. CTR എന്നുള്ളത് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ആർക്കും തന്നെ ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ എൻ്റെ നിലവിലുള്ള ഒരു അഭിപ്രായം അനുസരിച്ച് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാൽ എല്ലാവരും കേൾക്കുക. ടീച്ചർ ആവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. വളരെ വലിയ ഒരു മാറ്റം നമ്മുടെ ഈ ടീച്ചർ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ടീച്ചർ റിക്രൂട്ട്മെന്റ് നടത്തുന്ന കാര്യത്തിൽ കൊണ്ടുവരാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്താണെന്ന് നോക്കാം. ഇതെന്തോ ആവുമെന്ന് ഭാവിയിലോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ ആയിരിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. തുടർന്നുള്ള വീഡിയോസിലൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യാം, ഓരോ കാര്യങ്ങളും. ഓക്കെ, എന്താണ് CTR എന്നുള്ളത്, ഇത് എപ്പോ വരുമെന്നുള്ളത്, എന്ന് നടപ്പിലാക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ വന്നാൽ CTR വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. ഓക്കെ, അപ്പൊ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോട്, ഉദ്യോഗാർത്ഥികളോട് ഒരു അപേക്ഷയുള്ളത്, ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇതേപോലെ ചെയ്തിരുന്നു, നമ്മുടെ KVSനെ കുറിച്ച്, അല്ലെ? എക്സാം പാറ്റേൺ മാറുന്നു എന്നുള്ളത്. അത് വരുന്ന ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന ഡാറ്റാസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അവിടെ അന്നും ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചൊരു വീഡിയോ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ അറിവോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോസുകൾ മാത്രമേ ഇതിന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ, അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ല എവിടെന്നെങ്കിലും കേട്ടിട്ട് ഉള്ള വിവരം വെച്ചിട്ടല്ല ഒരു വീഡിയോസും ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓരോ പ്രേക്ഷകരുടെയും, അല്ലെങ്കിൽ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും, ഓരോ അധ്യാപക സുഹൃത്തുക്കളുടെയും അഭിപ്രായങ്ങളായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പൊതുവെ അറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത്, അല്ലെ, ഈ ഗവൺമെന്റ് ജോലികളിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പല രീതികളിലാണ്. ഓക്കെ, അതേപോലെ ഒരു ജോബാണ് ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷൻ. അപ്പൊ ടീച്ചർ റിക്രൂട്ട്മെന്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലാണ് നടപ്പിലാക്കപ്പെടുന്നത്, 2 രീതിയിലാണ്. ഓക്കെ, അതായത് കോമൺ ആയിട്ട് 2, ഒന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ടീച്ചർ ജോബുകൾ, സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള സെൻട്രൽ CGT എന്ന് പറയും. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ടീച്ചർ പോസ്റ്റുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തത് SGT എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ടീച്ചർ പോസ്റ്റുകൾ. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അതാത് PSCകളായിരിക്കും വിളിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ കേരള PSC ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോന്നായിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ആകുമ്പോൾ വിവിധ തരം ഏജൻസികളായിരിക്കും. അപ്പൊ ഇങ്ങനെ 2 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്തോ. അപ്പൊ ഇങ്ങനെ ഈ സെൻട്രൽ ഗവൺമെന്റ് ടീച്ചറും സ്റ്റേറ്റ് ഗവൺമെന്റ് ടീച്ചറും ഇതിനെ
ഇതിനെല്ലാം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സെൻട്രൽ ആണല്ലോ. അപ്പൊ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇതിനെ തന്നെ 2 ഭാഗങ്ങളായിട്ട്, ഈ സെൻട്രലിലുള്ളതും സ്റ്റേറ്റിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ 2 പാർട്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ പറയും ഹയർ എഡ്യൂക്കേഷൻ ഡിവിഷൻ, അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്, സ്കൂൾ എഡ്യൂക്കേഷൻ ഡിവിഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഡിവിഷൻ ഉണ്ട്, സ്കൂൾ എഡ്യൂക്കേഷൻ ഡിവിഷൻ ഉണ്ട്. ഓക്കെ, ഇതില് അപ്പൊ ഇങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ MBBS പോലുള്ള, എഞ്ചിനീയറിംഗ് പോലുള്ള വലിയ അത് ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടല്ലോ, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ട്, സ്കൂൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട്, ഇല്ലേ? നമുക്ക് സ്റ്റേറ്റിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അപ്പം ഇതിന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏതെല്ലാം വിദ്യാലയങ്ങളുണ്ടോ അതിലെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇത് കൊണ്ട് CTR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ ഈ പറയുന്നത് കേട്ടില്ല നിങ്ങൾക്ക് ഉൾട്ടയടിക്കുകയോ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചിട്ടോ കാര്യമില്ല, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതും അവർ ശരിവെക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് അത് വിശദമായിട്ട് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് തന്നെ. ഞാനും ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഓക്കെ, ഞാനും ആദ്യമായിട്ടാണ് അത് കേട്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളിൽ പലരും ആദ്യമായിട്ടാരും കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് CTR എന്ന് പറയുന്നത്, അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഞാൻ ഈ എന്താ പറയാ തംബ്നെയിൽ ഇട്ടിരുന്നു. CTR എന്താണെന്നുള്ളത്, CTR 2025 അല്ലേ? ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് CTR 2025 എന്ന് പറയുന്നത്. CTR 2025 കോമൺ ടീച്ചർ റിക്രൂട്ട്മെന്റ്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ ടീച്ചർ റിക്രൂട്ട്മെന്റ്. ഓക്കെ, കോമൺ ടീച്ചർ റിക്രൂട്ട്മെന്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു കാര്യം, ഈ CTR എന്ന് പറയുന്ന കാര്യം, ഈ കോമൺ ടീച്ചർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന കാര്യം ഇതുവരെ ഈ കാര്യം നിലവിലില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, നിലവിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ കോമൺ ടീച്ചർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കോമൺ ടീച്ചർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നിലവിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള അറിവുമില്ല, ഒരു ഗ്രാഹ്യമില്ല, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കുന്നു. ഇതിനെക്കുറിച്ച് പലരും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പലരും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് സെക്ഷനിലൂടെ, കോളിലൂടെ ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു. അപ്പം എനിക്കും ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കേൾക്കാൻ ആഗ്രഹമുള്ളവർ, അറിയാൻ ആഗ്രഹമുള്ളവരെ വീഡിയോ മുഴുവനായിട്ട് കാണുക. പതിയെ പറയുന്നുള്ളൂ, പുതിയൊരു കാര്യമായതുകൊണ്ട്. അല്ലാത്തവർ ലീവ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വിട്ടേക്കുക. ഓക്കെ 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 അപ്പം ഇത് ഇങ്ങനെ അവിടെ ഒരു ലെറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫയൽ നമ്പർ 723/2074 ഇൻസ്റ്റഡ് കോഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. ഓക്കെ, അതില് ന്യൂഡൽഹി ഡേറ്റഡ് 3 മാർച്ച് 2025 പോയ ഒരു ലെറ്ററാണ്. 25 പോയ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ, ഓക്കെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് പോയ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ്, അതായത് ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിലെ സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്നും ഒരു ലെറ്റർ തയ്യാറാക്കിയിട്ട് അവർ അയച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലേക്ക്. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ അതോറിറ്റിയിൽ നിലവിലുള്ളത് പ്രധാനമായിട്ടും 6 ഏജൻസികളാണല്ലോ. 6 ഏജൻസികളാണ്. ആ 6 ഏജൻസികളിലേക്ക്, അതായത് നമ്മുടെ ടീച്ചർ റിക്രൂട്ട്മെന്റ് നടത്തുന്ന 6 ഏജൻസികളാണല്ലോ. 6 പേരാണ് ടീച്ചർ എക്സാം നടത്തുന്നത്. 6 ഏജൻസികളാണ്. അപ്പൊ 6 പേരിലേക്കും ഇത് അയച്ചിട്ട്, ഒന്നാമത് കമ്മീഷൻ ഓഫ് കേന്ദ്ര വിദ്യാലയ സംഘടൻ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ KVS എന്ന് പറയുന്നത്, കേന്ദ്ര വിദ്യാലയ സംഘടനയിലേക്ക് അയച്ചിട്ടുണ്ട്. നവോദയ വിദ്യാലയ സമിതി NVS അയച്ചിട്ടുണ്ട്. അതുപോലെ സെക്രട്ടറി അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ AEES, ഓക്കെ, അവർക്കും അയച്ചിട്ടുണ്ട്.
അതുപോലെ NESTS, ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയാറില്ല EMRS എന്ന് പറയുന്നതാണ്. NESTS എന്ന് പറഞ്ഞാൽ EMRSലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SSS എന്ന് പറയുന്ന ആരാണ്? സൈനിക് സ്കൂൾ സൊസൈറ്റി, സൈനിക് സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് ആരാണ്? IR റെയിൽവേ ബോർഡ് RRBയിലേക്കും അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 6 ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ ഒരു ലെറ്റർ അവര് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലെറ്റർ. ഓക്കെ, അപ്പം ഈ ഒരു 6 ഏജൻസികളുടെയും ടീച്ചർ പോസ്റ്റിലേക്കുള്ള വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ റിക്രൂട്ട്മെന്റ്, ഒരേ ഒരു എക്സാം എന്നുള്ള രീതിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് അതിന്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സബ്ജക്റ്റ് മാത്രമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സബ്ജക്റ്റ് ഇതാണ് കൊടുക്കുന്നത്. എന്താണ് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹാർമോണൈസേഷൻ ഓഫ് ഓൾ സ്കൂൾസ് റൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഏജൻസീസ് എന്നും പറഞ്ഞിട്ടാണ്. ഓക്കെ, ഹാർമോണൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമന്വയിപ്പിക്കുക, യോജിപ്പിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ. ഓൾ സ്കൂൾസ് റൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് റൺ ചെയ്യുന്ന എല്ലാ സ്കൂളുകളെയും ഒരുമിച്ച് റിക്രൂട്ട്മെന്റ് സ്റ്റൈൽ ഒരുമിച്ചാക്കുക. വിത്ത് റെഫറൻസ് ടു ദ സബ്ജക്ട് മെൻഷൻഡ് എബോവ്. ദിസ് സബ്ജക്ട് mentioned above, the undersigned is directed to state that the proposal, it is a proposal. Okay, അതുകൊണ്ട് എൻ്റെ മുകളിൽ ചാടിക്കറാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ പ്രപ്പോസൽ. ദ ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല, ഇപ്പോഴേ ഞാൻ പറയാം. Okay, the proposal of a common teacher recruitment for all schools run by the central government is being explored. In this regard, it is requested that information comments pertaining to the following points may be provided on or before on 4th March 2025. അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് മാർച്ച് 4 മുമ്പ് ഓക്കെ ഫോളോയിങ് പോയിന്റ്സ് മേ ബി പ്രൊവൈഡഡ് ഓൺ മാർച്ച് 4 അയച്ചിരിക്കുകയാണ്. മാർച്ച് 3 ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് മാർച്ച് 4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫൈനൽ ഡിസിഷൻ നമ്മൾ ആദ്യം കാണിച്ചായിരുന്നല്ലോ, ഡേറ്റയും കാണിച്ചായിരുന്നല്ലോ. ഓക്കെ, മാർച്ച് 3 ഓക്കെ കൊടുത്തു. മാർച്ച് 4 എല്ലായിടത്തേക്കും എത്തിച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നുണ്ട് കറണ്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് ടീച്ചേഴ്സ് frequency scheduled of the teachers recruitment agency, next recruitment planned, etc. അപ്പം ഈ താഴോട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റിന്റെയും കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ജനറൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതായത് നിലവിൽ ഇപ്പൊ നമ്മുടെ KVSന്റെ നോട്ടിഫിക്കേഷൻ മീൻസ് റൂൾസ് വന്നു. അതുപോലെ തന്നെ KVSന്റെ ഓൾറെഡി 20-ാം തീയതി വന്നു. അതിനോടൊപ്പം തന്നെ NVSന്റെയും വന്നിട്ടുണ്ട്. നവോദയ വിദ്യാലയ സമിതിയുടെ നമ്മൾ KVSന്റെ മാത്രമേ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. NVSന്റെ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. പോസ്റ്റുകളുടെ എണ്ണം വന്നിട്ടില്ല, അതിൽ എത്ര വേക്കൻസി ഓരോന്നിനും ഉണ്ടെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് വന്നിട്ടില്ല. ജസ്റ്റ് ക്വാളിഫിക്കേഷൻസ് മാത്രമേ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. PRT ഒഴികെ TGT ആൻഡ് PGT ആണ്. TGT ആൻഡ് PGT ആണ് NVSന് വന്നിരിക്കുന്നത്. TGTയും PGTയും മാത്രമേ NVSന് വന്നിട്ടുള്ളൂ. പിന്നെ പ്രിൻസിപ്പൽസും വൈസ് പ്രിൻസിപ്പൽസ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യും ഉടനെ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇനി ഈ CTR എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉപയോഗമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരൊറ്റ പരീക്ഷ അല്ലേ, നമുക്ക് ഒരു വർഷം ഇപ്പൊ നിങ്ങൾ 2025 വിചാരിക്കും, 2025 ഏപ്രിൽ KVS വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ ഏപ്രിലോ മെയിലോ KVS വിളിക്കുന്നു, അല്ലെങ്കിൽ KVSന്റെ പരീക്ഷ, തൊട്ടടുത്ത് NVS, അത് കഴിഞ്ഞിട്ട് EMRS, അത് കഴിഞ്ഞിട്ട് AEES, അത് അങ്ങനെ ഓരോ എക്സാംസ് ആയിട്ട് വിളിക്കുക. ഓരോ എക്സാംസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പാറ്റേൺസ്, എക്സാം പാറ്റേൺസ്, കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ എക്സാം രീതികൾ, സിലബസ് പാറ്റേൺ മാറ്റം, എക്സാമിന്റെ ഡ്യൂറേഷൻ മാറ്റം, തിരഞ്ഞെടുക്കുന്ന രീതി, ചിലതില് ഇന്റർവ്യൂ, ചിലതില് ക്ലാസ്സുകൾ എടുക്കണം, പല 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 രീതികൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറി കിട്ടും.
ഓക്കെ. പിന്നെ നിങ്ങൾക്കറിയാം ഓരോന്നിനും ഇപ്പൊ KVS അപ്ലൈ ചെയ്യുമ്പോൾ 1000-ഉം 1500 ഫീ എന്ന് പറയുന്നത്, KVS ഫീസ് എന്ന് പറയുന്നത്. എല്ലാത്തിനും ഫീസ് ഉണ്ട്. നമുക്ക് റെയിൽവേക്ക് വളരെ കുറഞ്ഞ ഫീസ് ആയിരുന്നല്ലോ എല്ലാത്തിനും. അപ്പം ആ ഓരോന്നിനും സെപ്പറേറ്റ് ഫീസ് എന്നുള്ള കാര്യം മാറും. ഓരോന്നിനും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഓരോ കോഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ ഭീമമായ തുകകൾ ചിലവാക്കിക്കൊണ്ട് ചിലപ്പോൾ ഓരോ കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ പരിഹാരം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി, ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടി വരത്തില്ല. ഒരു കോമൺ എക്സാം, സിംഗിൾ എക്സാം, അതിനുള്ള നെഗറ്റീവ്സ് ഫീഡ്ബാക്ക് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരും അപ്ഡേറ്റ്സുകളിൽ നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാ പരീക്ഷയും എടുത്ത് കാട്ടിൽ പറത്തിയിട്ട് ഒരേ ഒരു പരീക്ഷയിലേക്ക് വരുന്നു. അതാണ് ദാറ്റ് ഈസ് CTR എന്ന് പറയുന്നത്. അതിനെയാണ് CTR, കോമൺ ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി എല്ലാ പരീക്ഷകളും പോകും, അല്ലെങ്കിൽ ബാക്കി എല്ലാ സിസ്റ്റവും പോകും. ഒരേ ഒരു കാര്യം മാത്രം അവശേഷിക്കും. ഒരേ ഒരു കാര്യം മാത്രം, സിർഫ് ഏക് ചീസ് ബച്ചേഗി എന്നൊക്കെ നമ്മൾ പറയും ഹിന്ദിയിൽ. और वही चीज है, ഏതാണ് ആ ചീസ് എന്ന് വെച്ചാൽ മെഹനത്ത് അല്ലേ. നമ്മുടെ അധ്വാനം മാത്രം അവസാനമായിട്ട് നിലനിൽക്കും. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ അധ്വാനം, നമ്മുടെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടോ നമ്മൾ അവിടെ സക്സസ് ആയിരിക്കും അല്ലേ. അതായത് ജോ മെഹനത്ത് കരേഗ വോ ആകെ ബിടേഗ എന്ന അല്ലേ. ആര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നോ അവരെന്ത് ചെയ്യും, മുന്നിലെത്തും. അതിൽ യാതൊരു സംശയമില്ല, എന്ത് തരത്തിലോ നടന്നോട്ടെ. ഓക്കെ. അപ്പൊ ഇതൊരു പ്രപ്പോസലാണ്. ഈ പ്രപ്പോസൽ വരാതിരിക്കാം. ഇതിന്റെ ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല. ഓക്കെ. അപ്പം ബാക്കി ഇപ്പൊ വിളിച്ചിരിക്കുന്നത് KVS ആയാലും NVS ആയാലും റിക്രൂട്ട്മെന്റ് റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഈ CTR അവര് പറഞ്ഞ എല്ലാ ബൈലോയും വെച്ചിട്ടുള്ള മിക്ക നടപടികളും പൂർത്തിയായിട്ടുണ്ട് CTRന്റെ. പക്ഷെ ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല. ഇത് നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തില് ഒരു തീരുമാനം ആയിട്ടില്ല, ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. ഓക്കെ. അപ്പം ഇത് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ മുന്നേ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിൽ ഇതെന്താ പറയുന്നത്, വന്നില്ലല്ലോ, അങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറയുക എന്നുള്ള ഒരു കടമ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ സ്നേഹത്തോടും കൂടി എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടും ഉദ്യോഗാർത്ഥികളോടും പറയുന്നു. ഓക്കെ. അപ്പൊ ഒരു ഓതന്റിക് ആയിട്ടുള്ള കാര്യം വരവ മാത്രമാണ് ഞാൻ നിങ്ങളോടത് സംസാരിക്കാറുള്ളത്. ഓക്കെ. അത് നിങ്ങൾക്ക് തള്ളാം, കൊള്ളാം. ഓക്കെ. ഇനി മറ്റാരെങ്കിലും ഇതിനെപ്പറ്റി മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പുറത്ത് ചാടിക്കുകയൊക്കെ ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ശ്രദ്ധിക്കാനുള്ളത്, CTRനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള, ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ എന്താണ്, പുതിയൊരു എക്സാം, പുതിയൊരു സിലബസ്, പുതിയൊരു എക്സാം പാറ്റേൺ അല്ലെ, എന്തെല്ലാം മാറി വരുന്നു അല്ലെ, മാറി വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ. ഈ CTRുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ ഉടനെ തന്നെ വരുവാണെങ്കിൽ അതിലൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. എന്താണെന്നുള്ള അപ്പം ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് അത് നിങ്ങളിലേക്ക് ഈ ഒരു അറിവ്, ഈ ഒരു കാര്യം എത്തിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാണ്, കുറച്ച് സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്നില്ല, കുറച്ച് അപ്ഡേഷൻ വരാനുണ്ട്. കാരണം നമ്മുടെ ഈ നടക്കാൻ പോകുന്ന റെയിൽവേ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ. ഇന്നാണ് അതിന്റെ ലാസ്റ്റ് എഡിറ്റിങ്ങിനുള്ള അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ ഏജൻസികളും വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. 2000 CTR, ഞാൻ ഹെഡിങ് തന്നെ CTR 2025 ഇട്ടിരിക്കുന്നത്. 2025 വന്നുകൂടാകയില്ല. KVSന്റെ, NVSന്റെ, EMRSന്റെ, AESന്റെ അതിന്റെ റൂൾസ് എല്ലാം എടുത്ത് ഒരൊറ്റ CTR ആയിട്ട് നടത്തി കൂടായികയുമില്ല. CTR വരാം,
വരാതിരിക്കാം. എന്തോ ആയിക്കോട്ടെ, വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് ആവും. പുതിയ എക്സാം പാറ്റേൺ അല്ലേ, പുതിയ സെലക്ഷൻ മെത്തേഡുകൾ, പുതിയ സിലബസ് എല്ലാം വരും. അല്ലെങ്കിൽ ഈ പഴയ പടി പോവും. അപ്പൊ നിങ്ങളാരും എന്ത് പടി പോയി കഴിഞ്ഞാലും, എന്ത് രീതിയിലായി കഴിഞ്ഞാലും പഠിക്കേണ്ടതെല്ലാം ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ്. സബ്ജക്റ്റ് പഠിക്കേണ്ടി വരുമല്ലോ. TGT, PGT, PRT. PRTയിൽ സയൻസ് പഠിക്കേണ്ടി വരും, ജനറൽ സയൻസ്. ഇനി ബാക്കിയുള്ള എല്ലാവരും സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും. മാത്സും മെന്റലബിലിറ്റിയും റീസണിംഗ് ഒന്നും ഇല്ലാത്ത ഒരു എക്സാമും ഉണ്ടാകത്തില്ല. കറണ്ട് അഫയേഴ്സ് ഇല്ലാത്ത, ഇംഗ്ലീഷ് ഇല്ലാത്ത, കമ്പ്യൂട്ടർ ഇല്ലാത്ത, ഹിന്ദി ഇല്ലാത്ത എക്സാം ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. നമുക്ക് പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ CTR വരികയാണെങ്കിൽ ഓരോ എക്സാം ആയിട്ട് പഠിക്കേണ്ട, എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഇതായിട്ട് പഠിക്കുകയും ചിലപ്പോൾ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം ഉണ്ടാകാം, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാം, അങ്ങനെ പല രീതികളിലും ആ എക്സാം വന്നേക്കാം. ഓക്കെ, അപ്പം എല്ലാവരും അതൊരു ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൽ എടുത്തിട്ട് നിങ്ങളും ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് നടത്തുക. വരും എന്നൊക്കെയാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിവേ എന്തോ ആയിക്കോട്ടെ, അപ്പൊ CTR 2025 കുറിച്ച് പറയാനുള്ളത് ഫൈനൽ ഡിസിഷൻ ആകാത്ത, പക്ഷെ പ്രപ്പോസൽ പോയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുള്ള CTR കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവായിട്ട് ഇത് എത്തിക്കുക. ഞാൻ പറഞ്ഞു, ഡോണ്ട് ബി പാനിക്, ടെൻഷൻ അങ്ങനെ ഒന്നും വേണ്ട, എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പം അവസാനമായിട്ട് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ റെയിൽവേ പഠിക്കുന്നവർ നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ 773675 നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോ, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ KVSന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും അതുതന്നെ RRBയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ RRB ആണ് ഇപ്പൊ അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. RRB 599 ആണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. 590 എക്സാം അപ് ടു ദി എക്സാം വരെയുള്ള ഫീ ആണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും PDF നോട്ട്സും നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സാംസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ NS നാച്ചുറൽ സയൻസ്, കേരള PSCയുടെ നാച്ചുറൽ സയൻസിന്റെ HSA കോഴ്സിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് LPUP ലോങ് ടേം ആരംഭിച്ചിട്ടുണ്ട്, മീൻസ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. HSA ജനറൽ ബാച്ച്. ഓക്കെ, LPUP HSA ജനറൽ ബാച്ച്, LPUPയും ലോങ് ടേം ആരംഭിച്ചിട്ടുണ്ട്. HSAയുടെ ജനറൽ ബാച്ചിന്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ ചോദിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഈ CTR കുറിച്ചുള്ള, ഇനി റെയിൽവേയുടെ അഡ്മിഷന്റെ കാര്യം ഞാൻ പറയാം. ഇന്നും നാളെയും കൂടി അഡ്മിഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് അഡ്മിഷൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ ഈ CTR കുറിച്ചുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള വിവരങ്ങൾ, നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഒക്കെ തീർച്ചയായും കേട്ടോ, അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഈ CTR പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും CTR 2025 കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവര്. ഓക്കെ, അപ്പം എനിവേ ഇതാണ് ചെറിയൊരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങൾ ഉടനെ വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് തന്നെ TGT KVSന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. NVSന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ജെംസിന്റെ TGT PGT PRT ഒക്കെ വിളിച്ചിട്ടുണ്ട്, അതും അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പൊ എനിവേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.